നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് 10th മെയിൻസ് ഡേ 26. ഇന്നത്തെ പോർഷൻസ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് കാണുമല്ലോ. അപ്പോൾ എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കാം. എല്ലാ ദിവസവും എക്സാം ഉണ്ട്. അന്നത്തെ പോർഷൻ പഠിച്ചിട്ട് നിങ്ങൾ ആ ദിവസം തന്നെ കഴിവതും ആ ദിവസം തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് താഴെ മാർക്ക് കൂടി ഒന്ന് കമന്റ് ചെയ്യുക. പരീക്ഷ എഴുതിയ ശേഷം മാത്രം മാർക്ക് കമന്റ് ചെയ്യുക. അത് നിങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ഒരു എന്തായിരിക്കും സത്യസന്ധതയാവണം. ഓക്കെ, ഞാൻ എല്ലാവരുടെയും മാർക്ക് ചെക്ക് ചെയ്യും. ഓരോ ദിവസവും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരണം. അപ്പോൾ എന്തായാലും എക്സാമിലോട്ട് പോവാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അത് മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കാം. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം, എല്ലാം ഫ്രീ ആണ്. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ആഗോളതലത്തിൽ വ്യാപകമായി നടപ്പിലാക്കിയ ഗവേഷണ വികസന സാങ്കേതിക കൈമാറ്റമാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 3 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. രണ്ടാമത്തേത്, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967-68 കാലഘട്ടത്തിലാണ്. മൂന്നാമത്തേത്, ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ കാർഷിക വിളയാണ് ഗോതമ്പ്. അപ്പൊ ഇതില് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക ഓപ്ഷനിൽ നിന്ന്. 2, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്നത് ചുവടെ പറയുന്നവരിൽ ആരുടെ കൃതിയാണ്? MS സ്വാമിനാഥൻ, C സുബ്രഹ്മണ്യം, സർദാർ വല്ലഭായ് പട്ടേൽ, നോർമൻ ബോർലോഗ്. 3, ചുവടെ തന്നിരിക്കുന്നതിൽ ആനയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ദന്തി, മാതംഗം, ഇഭം, ഉടജം. 4, ചുവടെ തന്നിരിക്കുന്നതിൽ അടുക്കള എന്ന അർത്ഥം വരുന്ന പദം ഏത്? ശസ്ത്രം, മഹാനസം, പർണശാല, തപോവനം. 5, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ഒഡീഷ സുന്ദർഗഡ്, ജാർഖണ്ഡ് ദുർഗ്, ഗോവ മർമഗോവ, തമിഴ്നാട് ഷിമോഗ. 6, ലിസ്റ്റ് 1മായി ലിസ്റ്റ് 2 യോജിപ്പിച്ച് ചുവടെ തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ലിസ്റ്റിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, പന്ന വജ്രഖനി, കൊയാലി, ബോക്സൈറ്റ്. ലിസ്റ്റ് 2 മധ്യപ്രദേശ്, ഗുജറാത്ത്, 1851, ഒഡീഷ. ലിസ്റ്റ് 1ഉം 2ഉം തമ്മിൽ യോജിപ്പിച്ച് ഈ കോഡിൽ നിന്ന് ഉത്തരം എഴുതുക. അടുത്ത ചോദ്യം 7, either you or she dash got the box. Have, has, does not, was. 8, one of the ministers dash attending the function scheduled on next month. Are, was, is, has been. 9, mangoes and oranges dash available in plenty now. Is, are, was, were. 10, ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാവുകയും ചിലതാകാതിരിക്കുകയും ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ലഘുഫലം, സംയുക്ത ഫലം, കപടഫലം, പുഞ്ചഫലം. 11, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. കുരുമുളക് ചെടിയിൽ പരാഗണം നടക്കുന്നത് ജലത്തിലൂടെയാണ്. ചേന, ചേമ്പ് തുടങ്ങിയവയിൽ പരാഗണം നടക്കുന്നത് ഈച്ചയിലൂടെയാണ്. ചോളം, കരിമ്പ് എന്നിവയിൽ ജലത്തിലൂടെയാണ് പരാഗണം നടക്കുന്നത്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഫലങ്ങളെ ലഘുഫലങ്ങൾ എന്ന് വിളിക്കുന്നു. 12, ചുവടെ തന്നിരിക്കുന്നവയിൽ അല്പം എന്നർത്ഥം വരുന്ന പദം ഏത്? ചെറ്റ്, കറ്റൻ, കള ഇവയൊന്നുമല്ല. 13, ചുവടെ തന്നിരിക്കുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകമല്ലാത്തത് ഏത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാഷാ പ്രോസസ്സറുകൾ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. 14, താഴെ പറയുന്നതിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിന് ഉദാഹരണം? ആദ്യം വരുന്നവയ്ക്ക് ആദ്യം സേവനം നൽകുക, റൗണ്ട് റോബിൻ, അവസാനത്തേത് ആദ്യം, ഏറ്റവും ചെറിയ ജോലി ആദ്യം.
15. ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിവരിയായി യാന്ത്രിക ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസർ ഏതാണ്? കമ്പൈലർ, അസംബ്ലർ, ഇന്റർപ്രറ്റർ, ഇവയെല്ലാം. അപ്പൊ ഇത്രയാണ് 15 ചോദ്യം. ഇനി ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ആഗോളതലത്തിൽ വ്യാപകമായി നടപ്പിലാക്കിയ ഗവേഷണ വികസന സാങ്കേതിക വിദ്യാ കൈമാറ്റമാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉം ആണ്. 2ഉം 3ഉം മാത്രം. സി. ഒന്ന് എന്താ തെറ്റിപ്പോയെ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. 2. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിതൗട്ട് ഹങ്കർ എന്നത് ചുവടെ പറയുന്നവരിൽ ആരുടെ കൃതിയാണ്? എ. MS സ്വാമിനാഥൻ. 3. ചുവടെ തന്നിരിക്കുന്നതിൽ ആനയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ആനയുടെ പര്യായ പദം അല്ലാത്തത് ഉടജമാണ്. ഉടജം. ദന്തി, മാതംഗം, ഇഭം എന്നിവയെല്ലാം ആനയുടെ പര്യായ പദങ്ങളാ. ഉടജം എന്ന് വെച്ചാൽ എന്തുവാ? ആശ്രമം. ഉടജം ആശ്രമമാണ്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നതിൽ അടുക്കള എന്നർത്ഥം വരുന്ന പദം ഏത്? അടുക്കള എന്നർത്ഥം വരുന്നത് മഹാനസമാണ്. മഹാനസം. ബി. ശസ്ത്രം എന്നാൽ ആയുധം. പർണശാല, തപോവനം. പർണശാല, തപോവനം ആശ്രമത്തിന്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി ഡി ആണ്. ഷിമോഗ ഇരുമ്പയിര് ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. ഈ തന്നിരിക്കുന്നതെല്ലാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളാ. ഒഡീഷയിലാണ് സുന്ദർഗഡ്, ജാർഖണ്ഡിലാണ് ദുർഗ്, ഗോവയിലാണ് മർമഗോവ. ഷിമോഗ എവിടെയാ? കർണാടകത്തിലാണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 യോജിപ്പിച്ച് ചുവടെ തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം. എ ആണ് ഉത്തരം. എ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1851. പന്ന വജ്രഖനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മധ്യപ്രദേശിലാണ്. കൊയാലി എണ്ണ ശുദ്ധീകരണശാലയാ. എവിടെയാണ്? ഗുജറാത്ത്. ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. അടുത്ത ചോദ്യം, ഐദർ യു ഓർ ഷീ ഡാഷ് ഗോട്ട് ദ ബോക്സ്. ഉത്തരം ഹാസ് ആണ്. ഹാസ് ഗോട്ട്. ഐദർ ഓർ യൂസ് ചെയ്ത് 2 സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ്, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ്. ഷീ എന്ന് പറയുന്ന സിംഗുലർ അല്ലേ, അപ്പോൾ സിംഗുലർ വെർബ്. പക്ഷെ ഇവിടെ സിംഗുലർ വെർബ് ഹാസും ഉണ്ട് വാസും ഉണ്ട്. ഇവിടെ ഓണർഷിപ്പിനെ കാണിക്കുന്നത് കൊണ്ടാണ് ഹാസ് ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം, വൺ ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഡാഷ് അറ്റൻഡിങ് ദ ഫംഗ്ഷൻ ഷെഡ്യൂൾഡ് ഓൺ നെക്സ്റ്റ് മന്ത്. വൺ ഓഫ് ദയ്ക്ക് ശേഷം നൗൺ പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കും. നൗൺ പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കും. അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ടുള്ളത് വാസും ഉണ്ട് ഈസും ഉണ്ട്. വാസാണോ ഈസാണോ? നെക്സ്റ്റ് മന്ത് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഇനി വരാനിരിക്കുന്നതല്ലേ. അപ്പൊ വരാനിരിക്കുന്നത് കൊണ്ട് ഈസ്. വൺ ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഈസ് അറ്റൻഡിങ് ദ ഫംഗ്ഷൻ ഷെഡ്യൂൾഡ് ഓൺ നെക്സ്റ്റ് മന്ത്. അടുത്ത ചോദ്യം, മാംഗോസ് ആൻഡ് ഓറഞ്ചസ് ഡാഷ് അവൈലബിൾ ഇൻ പ്ലെന്റി നൗ. ഇവിടെ മാംഗോസിനെയും ഓറഞ്ചസിനെയും പറ്റി പറഞ്ഞേക്കുക. പ്ലൂറൽ ആണ്. മാംഗോസ് ആൻഡ് ഓറഞ്ചസ് എന്ന് പറയുന്ന പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ ഏതാ? 6 ആണ് ഉത്തരം. ഇവിടെ പ്ലൂറല് 6 കൊണ്ട് വേറും ഉണ്ട്. നൗ എന്ന് പറഞ്ഞാൽ പ്രസന്റിലെ കാര്യം പറഞ്ഞേക്കുന്നത്, അതുകൊണ്ടാണ് 6 യൂസ് ചെയ്തത്. അടുത്ത ചോദ്യം, ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാവുകയും ചിലത് ആകാതിരിക്കുകയും ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട ഒരു ഫലം പോലെ ആവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സംയുക്ത ഫലം. ബി. 11. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് സി ആണ്. ചോളം, കരിമ്പ് എന്നിവയിൽ കാറ്റിലൂടെയാണ് പരാഗണം നടക്കുന്നത്. 12. ചുവടെ തന്നിരിക്കുന്നവയിൽ അല്പം എന്നർത്ഥം വരുന്ന പദം ഏത്? ചെറ്റാണ്. എ. ചെറ്റ്. 13. ചുവടെ തന്നിരിക്കുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകമല്ലാത്തത് ഏത്? ഡി ആണ്. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്നതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങൾ ഇത് 3 ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാഷാ പ്രോസസ്സറുകൾ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. 14. താഴെ പറയുന്നതിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിന്റെ ഒരു ഉദാഹരണം? പ്രീവിയസ് ക്വസ്റ്റ്യനാ. എ ആണ്. ആദ്യം വരുന്നവയ്ക്ക് ആദ്യം സേവനം. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. FCFS ആണ്. 15.
ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിയായി ലൈൻ ബൈ ലൈനായിട്ട് യാന്ത്രിക ഭാഷയിലേക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സർ ഏതാ? ഇന്റർപ്രറ്റർ ആണ്. വരിയായി എന്ന് തന്നാൽ ഉത്തരം ഇന്റർപ്രറ്റർ. അപ്പൊ ഇത്രയായിരുന്നേ 15 ചോദ്യം. ഏതെങ്കിലും ഭാഗം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നുകൂടെ എടുത്ത് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ നാളെ ഡേ 27 ആണ്. നാളെ പഠിക്കേണ്ട പോർഷൻസ് ടെലഗ്രാമിൽ ഇട്ട് തരാം, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ. അപ്പൊ എന്തായാലും ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്തേക്കണം. അതിലാണ് ഗൈഡൻസും ടൈം ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീഡിയോസ് ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോവാം, നിങ്ങളുടെ സ്നേഹം ഒന്ന് കാണിച്ചിട്ട് പോവാം. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.